പശ്ചിമബംഗാളിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. രണ്ടാം ഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. നോർത്ത് 24 പർഗാനസിൽ പോലീസ് സ്റ്റേഷനിൽ വെച്ച് BJP തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ ഏറ്റുമുട്ടി. അരാംബാഗിൽ തൃണമൂൽ കോൺഗ്രസ് MP ബിദാലി ബാഗിന്റെ വാഹനം ആക്രമിച്ചെന്ന് പരാതി. ആക്രമണത്തിന് പിന്നിൽ BJP ആണെന്നാണ് തൃണമൂലിന്റെ ആരോപണം. ശ്രീനാഥചന്ദ്രൻ കൊൽക്കത്തയിൽ നിന്ന് വിവരങ്ങളുമായി ചെയ്യുന്നു. ശ്രീനാഥ്, ഇനിയൊരു 144 മണ്ഡലങ്ങളാണ് ബാക്കിയെന്ന് മനസ്സിലാക്കുന്നു. കഴിഞ്ഞ തവണ ആദ്യത്തെ ഘട്ടത്തിൽ 93 എന്ന റെക്കോർഡ് പോളിംഗ് ആണ്. അപ്പോൾ രണ്ടാം ഘട്ടവും അത്ര തന്നെ പ്രതീക്ഷിക്കുന്നുവോ? ഈ കണ്ട ആക്രമണങ്ങളൊക്കെ പലയിടത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. കനത്ത സുരക്ഷയ്ക്ക് നടുവിൽ ഒരു വൻ തെരഞ്ഞെടുപ്പ്, അതാണോ ഇപ്പോൾ ബംഗാൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്? അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ്. നമ്മുടെ രാജ്യത്ത് മറ്റേതെങ്കിലും സംസ്ഥാനത്ത് ഇതുപോലെ ഒരു സുരക്ഷാ വിന്യാസം മറ്റൊരു തെരഞ്ഞെടുപ്പിലും നമ്മൾ ആരും കണ്ടിട്ടില്ല. ആ തരത്തിൽ ഏതാണ്ട് 2 ലക്ഷത്തിലധികം സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചുകൊണ്ടാണ് ബംഗാളിലെ ഈ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകുന്നത്. ഇന്നിപ്പോൾ അല്പസമയത്തിനകം തന്നെ പരസ്യപ്രചാരണം അവസാനിക്കുകയാണ്. പക്ഷേ അവസാന നിമിഷം ഈ രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള ആവേശത്തോടൊപ്പം തന്നെ സംഘർഷങ്ങളും കാര്യമായി ഉണ്ടാകുന്നു എന്നത് വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. ഇന്നലെ ഇപ്പോൾ രാത്രി നോർത്ത് 24 പർഗാനസിൽ നമ്മൾ ഈ സംഘർഷം കണ്ടതാണ്. അവിടെ ഒരു പോലീസ് സ്റ്റേഷനുള്ളിൽ ഇരച്ചു കയറിയായിരുന്നു ഇരു പാർട്ടികളുടെയും പ്രവർത്തകർ, BJPയുടെയും തൃണമൂൽ കോൺഗ്രസിന്റെയും പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടിയത്. അത് വലിയ സംഘർഷത്തിലേക്ക് പോയി. CISF ഉദ്യോഗസ്ഥന് പരിക്കേറ്റു. പിന്നീട് രാത്രി വീടുകൾ കയറി ഇറങ്ങി ഒരു വലിയ റെയ്ഡ്, ഇന്ന് പുലർച്ചെ വരെ നീണ്ട വലിയ റെയ്ഡ് നോർത്ത് 24 പർഗാനസിൽ ഉണ്ടായി. 4 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷേ ഇന്നിപ്പോൾ പകൽ പൊതുവെ ശാന്തമെന്ന് കരുതിയിരിക്കുകയാണ്. ഉച്ചയോടെ വലിയ സംഘർഷം മറ്റു പലയിടങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. അതിലൊന്നാണ് ബിദാലി ബാഗ് എന്ന MPക്കെതിരെ, തൃണമൂൽ MPക്ക് നേരെയുണ്ടായ ആക്രമണം. അവരിപ്പോൾ ആശുപത്രിയിലാണ്. അവർക്ക് കാര്യമായി പരിക്കേറ്റിട്ടുണ്ട് എന്നതാണ് ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നത്. അവർ പറയുകയും ചെയ്യുന്നുണ്ട്. ആ തരത്തിൽ അല്പസമയം മുമ്പ് തൃണമൂൽ നേതാവ് അഭിഷേക് ബാനർജി അവിടേക്ക് എത്തുകയും ആശുപത്രിയിലേക്ക് എത്തുകയും അവരെ സന്ദർശിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. BJPയാണ് ഈ ആക്രമണത്തിന് പുറകിലെന്നും BJP ഒരു ഗുണ്ടാരാജിന് ശ്രമിക്കുകയാണെന്നതാണ് തൃണമൂൽ കോൺഗ്രസ് ആരോപിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഹൌറയിൽ വെച്ച് തൃണമൂൽ BJP പ്രവർത്തകർ ഏറ്റുമുട്ടുകയും വലിയ സംഘർഷത്തിലേക്ക് പോകാതെ പോലീസ് ലാത്തി വീശി പ്രവർത്തകരെ ഓടിക്കുകയും ഒക്കെ ചെയ്തതാണ്. ചുരുക്കത്തിൽ ബംഗാളിലെ അവസാനഘട്ട പ്രചാരണത്തിന് അവസാന ലാപ്പിൽ വലിയ സംഘർഷങ്ങൾ പലയിടങ്ങളിലായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പോലീസിന്റെ ഒപ്പം തന്നെ കേന്ദ്രസേനയുടെ വലിയൊരു സാന്നിധ്യം സംസ്ഥാനത്തുണ്ട്. അങ്ങനെ ഈ അക്രമ സംഭവങ്ങൾ ചെറുക്കാനുള്ള ശ്രമം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ വലിയ പോളിംഗ് നടന്നു എന്ന് നമുക്കറിയാം. 93% എന്ന് പറയുമ്പോൾ അത് രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ റെക്കോർഡ് കണക്കുകളിൽ ഒന്നാണ് ആ 93%. ഒരിടത്തും റീപോളിംഗ് വേണ്ടി വന്നില്ല എന്നതും ഈ തവണ ശ്രദ്ധേയമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉയർത്തിക്കാണിക്കുന്നുണ്ട്. രണ്ടാം ഘട്ടത്തിലും വലിയ പോളിംഗ് നമ്മൾ പ്രതീക്ഷിക്കുന്നു. തൃണമൂൽ കോൺഗ്രസിന് വലിയ ശക്തിയുള്ള മേഖലകളിലാണ് പൊതുവെ ഈ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. സുഹൈൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.